ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2-3 കേക്കുകളുടെ ഡെക്കറേഷൻ ഐഡിയാസുമായിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. സ്ക്വയർ കേക്ക് ഫിനിഷ് ചെയ്യാൻ കുറച്ച് റിസ്ക് തന്നെയാണ്. അപ്പോൾ ടൈമുള്ള സമയമാണെങ്കിൽ നമുക്കതിന് മെനക്കെട്ട് ചെയ്യാം. പക്ഷേ ടൈം ഇല്ലാത്ത അവസരത്തിൽ ഈ ഒരു ലൈന് വരുന്ന ഈ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടാണ് പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കൽ. ഫിനിഷിങ് ആവാത്ത ഭാഗത്ത് കുറച്ചുകൂടി ക്രീം ഇട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്തെടുക്കും. മുകളിലും അതുപോലെ ടൈമില്ലാത്ത സമയത്ത് ഇതുപോലെ ഈ സ്ക്രാപ്പർ യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ ചെയ്യാറ്. ശേഷം ഇതുപോലെ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ക്രീമൊക്കെ ക്ലിയർ ആവും. അതുപോലെ ഡിസൈനിങ്ങിനായിട്ട് സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗിൽ വൈറ്റ് കളറിലുള്ള ക്രീം യൂസ് ചെയ്താണ് ആദ്യം ഞാൻ ഈ ഫ്ലവേഴ്സ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരക്കുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ ഇത്. പൈപ്പിംഗ് ബാഗിൽ ക്രീം ഫില്ല് ചെയ്യുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു മടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതേ പൈപ്പിംഗ് ബാഗിൽ തന്നെ വൈറ്റ് കളർ എല്ലാം ഒഴിവാക്കിയതിന് ശേഷം ബ്ലൂ കളർ ആഡ് ചെയ്ത ക്രീം വീണ്ടും ഫില്ല് ചെയ്തെടുത്തിട്ട് ഡിസൈൻ ചെയ്യാണ്. ഒരു കോട്ടൺ ടിഷ്യൂവോ തുണിയോ യൂസ് ചെയ്തുകൊണ്ട് ചുറ്റും ഒന്ന് നന്നായി ക്ലീൻ ആക്കി എടുക്കുക. പൈപ്പിംഗ് ബാഗിൽ അറ്റം ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ബ്ലൂ കളർ ക്രീം ആഡ് ചെയ്ത് നെയിം എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ നെയിം എഴുതുമ്പോൾ നമ്മുടെ ക്രീം നന്നായി ലൂസായിരിക്കണം. ലൂസ് അല്ലെങ്കിൽ നന്നായി ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അല്പം വെള്ളം ആഡ് ചെയ്ത് ലൂസാക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡമ്മി കേക്ക് കൂടി കൊടുക്കാനുണ്ട്. അതൊരു 2 ടയറാണ്. 3 kg വെയിറ്റ് തോന്നിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ താഴെ ഒരു 2 kgയുടെ വെയിറ്റ് തോന്നിക്കുന്ന ഒരു ഡമ്മി ഡിസൈൻ ചെയ്തെടുത്തു. ശേഷം ഒരു 1 kg കേക്ക് ഞാൻ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ വൈറ്റ് ആൻഡ് ബ്ലൂ തീമിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റാക്ക് ചെയ്യാണ്. 2 ടയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ തലേന്ന് തന്നെ കേക്ക് സെറ്റാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമ്മളിങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്ന അവസരത്തിൽ കേക്ക് പൊടിഞ്ഞു പോകാതൊക്കെ നിൽക്കുള്ളൂ. ഇതൊരു ഡമ്മി കേക്ക് ആയതുകൊണ്ട് തന്നെ സെൻറ്ററിലൂടെയുള്ള സ്റ്റിക്ക് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതുപോലെ തെർമോക്കോൾ ഫസ്റ്റ് വെക്കുന്ന അവസരത്തിൽ ഡബിൾ ടാപ്പ് യൂസ് ചെയ്യാൻ മറക്കരുത്. ഗോൾഡനും ബ്ലൂവും വരുന്ന ഫോക്സ് ബോൾസ് കൊണ്ടാണ് ഞാനത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. പിന്നെ 1 എന്ന സ്റ്റിക്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈ 2 കേക്ക് ഉച്ചക്ക് കൊടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഓർഡർ കൂടി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അത് രാത്രി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു. മാം ടു ബി കേക്കായിരുന്നു അത്. അപ്പോൾ ഇത് രണ്ടും ഡെക്കറേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിത് സ്പഞ്ച് റെഡിയാക്കി സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ക്രീം ഇടാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധാ സ്റ്റീലിൻ്റെ സ്പാച്ചുലയാണ് യൂസ് ചെയ്യാറ്. സത്യം പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്ന അവസരത്തിൽ കേക്കിൻ്റെ സ്പാച്ചുലൊന്നും കയ്യിലിട്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്പാച്ചുല യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ സ്പാച്ചുല വാങ്ങിയതിന് ശേഷവും ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് കൂടുതലായിട്ടും. പൈപ്പിംഗ് ബാഗിലാക്കുന്ന മെനക്കേടിനേക്കാൾ സിമ്പിളായിട്ട് എനിക്കിതാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഡബിൾ കളർ കേക്കാണ്. അതുകൊണ്ട് മുകളിൽ പിങ്കും താഴെ ബ്ലൂവും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റും ചെയ്തതിന് ശേഷം സ്ക്രാപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഫിനിഷ് ചെയ്ത് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. സ്ക്രാപ്പറിലേക്ക് വരുന്ന ഈ 2 ക്രീമും മിക്സ് ആവാതെ വേറെ വേറെ തന്നെ വെക്കാൻ നോക്കണം. സ്ക്രാപ്പർ കൊണ്ട് 1-2 തവണ ഇങ്ങനെ ചുറ്റിച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ഷേപ്പായി കിട്ടും. അപ്പോൾ എവിടേക്കാണോ ഗ്യാപ്പ് ഉള്ളത്, ഒഴിവുള്ളത് ക്രീമിൻ്റെ, അവിടെയൊക്കെ നമ്മൾ വീണ്ടും ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് വീണ്ടും ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. ഇങ്ങനെ കുറച്ച് ചെയ്തതിന് ശേഷം പിന്നെ മുകൾ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ ചുറ്റിലേക്കും ഇതുപോലെ ക്രീം തള്ളി വരും. അപ്പോൾ വീണ്ടും ഇതുപോലെ ചുറ്റിച്ചെടുത്ത് ക്രീം ഫിനിഷ് ചെയ്യാം. പിന്നെ നേരത്തെ യൂസ് ചെയ്ത സ്ക്രാപ്പർ കൊണ്ട് തന്നെ ഇതുപോലെ ഡിസൈൻ കൊടുക്കുന്നു. ഫോക്സ് ബോൾസും സ്റ്റിക്കർ വർക്കുമാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഫോക്സ് ബോൾസ് ചെയ്യുന്നത് ബ്ലൂ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫോക്സ് ബോളാണ്. പക്ഷേ വൈറ്റും പിങ്കും ഫോണ്ടൻ്റ് കൊണ്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ വൈറ്റ് ഫോണ്ടൻറ്റിൽ ക്ലൗഡ്സും സ്റ്റാറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നെയിം ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് സിലിക്കോൺ മൗഡിൽ ചെയ്തെടുത്തതാണ്. പിന്നെ ഈ വൈറ്റ് ബോൾസ് നമുക്ക് ഗോൾഡൻ കളർ ആക്കി മാറ്റണം. അതിനായിട്ട് ഗോൾഡൻ പൗഡറാണ് യൂസ് ചെയ്തത്. ഗോൾഡൻ പൗഡർ അല്പം സൺഫ്ലവർ ഒഴിച്ച് സ്മൂത്ത് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോക്സ് ബോൾസ് ഒക്കെ പിങ്കും ഗോൾഡും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കരുത്.